ഹലോ കൂട്ടുകാരെ, ഇന്ന് ഓസ്ട്രേലിയയിൽ മോനും മോളോട് തന്നെ കാട് വെട്ടുകയാണ്. കണ്ടോ, മോളും മോനോട് ഓസ്ട്രേലിയ കാട് വെട്ടുകയാണ് ഞങ്ങളുടെ മുറ്റത്ത്. ഒത്തിരി ദിവസമായി കാട് വെട്ടണമെന്ന് ഓർത്തിട്ട് സമയം കിട്ടാത്തതുകൊണ്ട്, മോന് ലീവില്ലാത്തതുകൊണ്ട് വെട്ടിയില്ല. വളരെയധികം കാട് വളർന്നത് കൊണ്ട് വെട്ടുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ആൾക്കാരെ കൊണ്ട് വെട്ടിക്കല്ലേ. ഇതിപ്പോൾ തന്നെയാണ് ഇവിടെ വെട്ടുന്നത്. എല്ലാവരെയും വീട്ടിൽ മെഷീൻ മേടിച്ച് വെച്ച് എല്ലാവരും തന്നെയാണ് വെട്ടുന്നത്. പുല്ല് വെട്ടുന്ന ഇതിൻ്റെ പുറകിലൊരു പാത്രമുണ്ട്, അതിൻ്റെ അകത്ത് വന്ന് വീഴും. അപ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ എടുത്ത് വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് ഇടുകയും ചെയ്യും പുല്ലെല്ലാം. അവിടെ ഒരു പാത്രം കറുത്ത് പുറകിൽ കൊണ്ട്. പുല്ല് വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിലുള്ള വേറെ സൈസ് പുല്ല് വെട്ടിയ മെഷീനല്ലേ. രണ്ട് സൈസ് മെഷീനുണ്ട് ഇവിടെ. പുല്ലുവെട്ടി യന്ത്രം, അങ്ങനെ രണ്ടും പേരും ഓരോ വിഷയം വെച്ച് വെട്ടുകയാണ്. കൊച്ചുമോൻ അത് നോക്കി കാണുകയാണ്, എറിക്ക് മോൻ. ഇത് പുറകുവശമാണ്, മുൻവശം ഇനി വെട്ടാനുണ്ട്. ഇതാണ് മുൻവശം. പുറകെ പുല്ല് വന്ന് നിറയും പുറകിലെ പാത്രത്തിൽ. അപ്പോൾ വെയിറ്റ് കൂടും, ലോഡ് കൂടും. അപ്പോൾ പയ്യെ വെട്ടത്തുള്ളൂ. നമ്മൾ വെട്ടുന്ന പോലെ വാക്കത്തി കൊണ്ടൊന്നുമല്ല, ഇവർ മെഷീൻ വെച്ചാണ് വെട്ടുന്നത്. തൊട്ടും ഫ്രണ്ടിൽ റോഡാണ്, ബസ് റോഡ്. ബസ് കുറവാണ്, കാറാണ് കൂടുതലും പോകുന്നത്. മെയിൻ റോഡ്. ഇവിടെ പ്രൈവറ്റ് ബസ്സില്ല, ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ ഉള്ളൂ. അത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ആൾക്കാർക്ക് നടക്കാനുള്ള നടപ്പാതയാണ് തൊട്ട് മുമ്പിൽ കാണുന്നത്. ഇത് മറ്റൊരു ദിവസം വെട്ടുകയാണ്. അപ്പോൾ കൊച്ചിന് ചെറിയ പനിയാണ്, അതുകൊണ്ട് മോള് കൂടിയില്ല. മോൻ തന്നെയാണ് വെട്ടുന്നത്. ഇവിടെ എല്ലാം തൊട്ടടുത്ത് വീടുകളാണ്. രണ്ട് മൂന്ന് വീടുകൾ സെയിലിന് കൊടുക്കാനായിട്ട് ഫോർ സെയിലിന് എഴുതി വെച്ചിട്ടുണ്ട്. മോളും കൊച്ചും കാണുന്നില്ല. കൊച്ചിന് ഇതൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ്, കാട് വെട്ടുന്നത് കാണാൻ.
കണ്ടോ വെട്ടുന്നു. ഇടയ്ക്ക് മഴ പെയ്തു, അന്നേരം കയറി നിന്നു. പിന്നെ മഴ മാറിയിട്ട് പിന്നെയും വെട്ടാൻ തുടങ്ങി. ഞാൻ ചെറിയ പയറൊക്കെ നട്ടിട്ടുണ്ട്. അത് കളയില്ലെന്ന് അവനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കളയാതെ വെട്ടിയിട്ടുണ്ട്. കാട് വെട്ടുമ്പോൾ അല്ലെങ്കിൽ പയറൊക്കെ പോകും. കണ്ടോ, പയർ കണ്ടോ, മുളച്ച് വരുന്നേ ഉള്ളൂ. ഉണ്ടാകുമായിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ അറിയത്തില്ലല്ലോ. മുറ്റത്ത് നല്ല പൂച്ചെടിയൊക്കെ കുറവാണ്. കറിവേപ്പ് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അവൻ കൊണ്ടുപോയി നട്ടതാണ്. അപ്പം അത് പിടിച്ചു വരുന്നുണ്ട്. മഴ പെയ്തപ്പോൾ വളമൊക്കെ ഇട്ടപ്പോൾ പിടിച്ചു വരുന്നുണ്ട്. 2 കറിവേപ്പുണ്ട്. ഉണ്ടോ, കുറേ പൂവേ ഉള്ളൂ. പൂവൊക്കെ കുറവാണ്. പൂച്ചെടിയൊക്കെ കുറവാണ്. എപ്പോഴും ഫ്രണ്ടിൽ കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കഥയെല്ലാം അടച്ചിടും. ശബ്ദം കേൾക്കാതിരിക്കാൻ ഉള്ളിൽ. നേരെ ഓപ്പോസിറ്റ് കാണുന്ന പേര കൊടുക്കാനുള്ളതാണ്. കുറേ പുല്ലുണ്ട്. അതെടുത്ത് വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് ഇടാൻ പോവുകയാണ്.
കണ്ടോ അങ്ങനെ തുറന്ന് അതെടുത്ത് വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് ഇടും. കണ്ടോ അതിനകത്ത് പുല്ല് കണ്ടോ നിറഞ്ഞിരിക്കുന്ന കണ്ടോ. അങ്ങനെ പുല്ലെല്ലാം അത് ശേഖരിക്കും. ചെറിയ കപ്പളമൊക്കെ നട്ടിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് മോളുടെ മമ്മി നട്ടതാണ്. കപ്പളമൊക്കെ ഇത് മഴവെള്ള സംഭരണി. കാട് വെട്ടി ഇപ്പം മിറ്റം കാണാൻ നല്ല ഭംഗിയായി. ഇത് മോളുടെ മമ്മി വന്നപ്പോൾ നട്ട മുളകാണ്. കണ്ടോ നിറയെ മുളകുണ്ട് ചീനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മുളക് മേടിക്കുന്നില്ല മാർക്കറ്റിൽ നിന്ന്. ഇതാ കാന്താരി നട്ട് പിടിപ്പിച്ചു ഞാൻ. നട്ടിട്ടുണ്ട്, പിടിച്ച് വരുവായിരിക്കും. പയർ നട്ടേക്കുന്നു. ഒന്നും അവൻ കളയാതെയാണ് കാട് വെട്ടിയത്. പയറിൻ്റെ വിത്ത് മേടിച്ച് നട്ടാണ്. ബീൻസ് പയറാന്ന് തോന്നുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മാമി നട്ട്. മോളുടെ മാമി നട്ട ഡ്രാഗൺ ഫ്രൂട്ട്. ഇത്ര ഇനി വല്ല പന്തലിട്ട് കൊടുക്കണം. അങ്ങനെ കാട് വെട്ടി തീരാറ്. ഇതാണ് ഫ്രണ്ട് ഭാഗം. ഞങ്ങളുടെ കൊച്ചു വീട് ഇതാണ്. ഇവിടെയൊക്കെ വീട് മേടിക്കാൻ ഭയങ്കര വിലയാണ്. ഇത് നടപ്പാത. ഈ കുറ്റിച്ചെടി എപ്പോഴും പക്ഷി വന്നിരിക്കും കാണാവേ. ഇതുണ്ടോ ഒരു പക്ഷി കണ്ടോ, നല്ലൊരു ബേർഡല്ലേ. പൂക്കട തേൻ കുടിക്കാൻ വരുന്നതായിരിക്കും, പൂക്കളില്ല. ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലമാണ് ഇത് കേട്ടോ. ക്വീൻസ്ലാൻഡ്. നല്ല നീലാകാശം. എപ്പോഴും ഇവിടെ ഈ തണുപ്പ് അതൊക്കെ സൈക്കിളിൽ ആൾക്കാർ പോകുന്നതാണ്. ഓപ്പോസിറ്റുള്ള വീടൊക്കെ ഫോർ സെയിലാണ്. ഞങ്ങളുടെ കൊച്ചു വീട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ.